ബഹിരാകാശ ദൗത്യങ്ങൾക്കിടയിൽ ദാരുണമായി കൊല്ലപ്പെടുക അല്ലെങ്കിൽ ജീവഹാനി സംഭവിക്കുക അത് പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അങ്ങനെ കുറേ ചരിത്രങ്ങൾ ഉണ്ട്. അതിലൊന്നാണ് അപ്പോളോ 1. നാസയുടെ ആദ്യ ബഹിരാകാശ യാത്രികരെ ബഹിരാകാശത്തേക്ക് അല്ലെങ്കിൽ ചാന്ദ്ര ദൗത്യത്തിന് വേണ്ടി നിയോഗിക്കുന്നതിനിടയിൽ അപ്പോളോയിലെ അതിൻ്റെ പരിശീലന പദ്ധതികൾക്കിടയിൽ പേടകത്തിനുള്ളിൽ കുടുങ്ങിപ്പോയ 3 യാത്രികർ അവർ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി. അപ്പോൾ ആ പേടകത്തിനുള്ളിൽ ഓക്സിജൻ നിറച്ചിരുന്നു. അങ്ങനെ വലിയ തീപിടുത്തമുണ്ടായി. അവർക്ക് വിഷവാതകം ശ്വസിച്ച് ദാരുണമായി അവർ 3 പേർ കൊല്ലപ്പെട്ടു. പിന്നെ ഉണ്ടായ ഒരു സംഗതിയാണ് ചലഞ്ചറിൻ്റെ അപകടം. കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് പറന്നുയർന്ന ചലഞ്ചർ ബഹിരാകാശ പേടകം അത് പറന്നുയർന്ന ഏതാണ്ട് 14 കിലോമീറ്റർ വരെ ഉയരത്തിലെത്തിയപ്പോൾ പൊട്ടിത്തെറിച്ചു. 7 യാത്രികരായിരുന്നു ആ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. പിന്നീട് നമുക്ക് ഏറെ വേദനയുണ്ടാക്കിയ സംഭവമാണ് കൊളംബിയ ദുരന്തം. അത് നമ്മുടെ കൽപ്പന ചൗളയടക്കം 7 ബഹിരാകാശ യാത്രികർ അവരുടെ ദൗത്യം പൂർത്തീകരിച്ച് ഭൂമിയിലേക്കുള്ള മടക്കയാത്രയ്ക്കിടയിൽ അവരുടെ വാഹനം വലിയ രീതിയിലൊരു തീഗോളമായി മാറി. അപ്പോൾ അതിൻ്റെ കാരണം പറഞ്ഞത് വിക്ഷേപിച്ച സമയത്ത് തന്നെ അതിൻ്റെ ഒരു സ്യൂട്ട് കേസിൻ്റെ വലിപ്പമുള്ള ഒരു പാളി അടർന്ന് ഈ ബഹിരാകാശ പേടകത്തിൻ്റെ ഒരു ചിറകിൽ വന്ന് ഇടിച്ചിരുന്നു. അപ്പോൾ അത് ചെറിയ രീതിയിലുള്ളൊരു പരിക്ക് ആ സമയത്ത് അത് സൃഷ്ടിച്ചിരുന്നു. പക്ഷേ ഇത് തിരിച്ചിറങ്ങിയ സമയത്ത് റീ എൻട്രി സമയത്ത് വലിയ ഭീകരമായ താപനിലയായിരിക്കും ഈ പേടകത്തിൻ്റെ ബാഹ്യഭാഗത്ത് അനുഭവപ്പെടുക. അപ്പോൾ ഈ ചെറിയ രീതിയിലൊരു ക്രാക്ക് ഉണ്ടായ അവിടെ അത് വലിയ രീതിയിലുള്ള ഒരു വിടവ് സൃഷ്ടിക്കുകയും ചൂട് അകത്തേക്ക് ചൂഴ്ന്നിറങ്ങി ഈ പറയുന്ന പേടകത്തിൻ്റെ അലൂമിനിയം ബോഡി അത് ഉരുകി തീപിടിച്ച് കത്തി. അങ്ങനെയാണ് ആ വലിയ അപകടമുണ്ടായത്. അപ്പോൾ ഇതെല്ലാം യന്ത്ര തകരാറ് കൊണ്ടോ സാങ്കേതിക പിഴവ് കൊണ്ടോ ഉണ്ടായ അപകടങ്ങളാണ്. ഞാനിനി പറയാൻ പോകുന്നത് അറിഞ്ഞുകൊണ്ട് ഒരു ദൗത്യത്തിലേക്ക് ഇറങ്ങുക, അങ്ങനെ രക്തസാക്ഷി പരിവേഷം കിട്ടുക, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഈ ദൗത്യത്തിൽ ഞാൻ ഭാഗമായാൽ എനിക്ക് അപകടം സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരാൾ ഒരു ദൗത്യത്തിന് ഇറങ്ങി തിരിച്ചു. അയാൾക്ക് പിന്നീട് ജീവിതത്തിലേക്ക് ഒരിക്കലും മടങ്ങി വരാനും സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ദൗത്യം ഉണ്ടായി. ആ ദൗത്യത്തിൻ്റെ പേരാണ് സോയുസ് 1. ഇത് ശീതയുദ്ധകാലത്ത് 1967 നടന്ന സംഭവമാണ്. റഷ്യയുടെ ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരാണ് ഈ സോയുസ് 1 എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അയാളുടെ പേര് വ്ളാഡിമിർ കാമറോവ് എന്നാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1927 മോസ്കോയിൽ ജനിച്ച ഈ വ്ളാഡിമിർ കോമറോവ് 15ാമത്തെ വയസ്സിൽ സോവിയറ്റ് യൂണിയൻ്റെ എയർഫോഴ്സിൽ ചേർന്ന് പിന്നെ 59 അവരുടെ തന്നെ എയർഫോഴ്സ് എഞ്ചിനീയറിംഗ് അക്കാദമിയിൽ നിന്ന് ഗ്രാജുവേഷൻ പൂർത്തിയായി. അങ്ങനെ ഒരു ടെസ്റ്റ് പൈലറ്റായിട്ട് മാറിയ ആളാണ് ഈ വ്ളാഡിമിർ കോമറോവ്. അദ്ദേഹം പിന്നെ ഒരു എയ്റോസ്പേസ് എഞ്ചിനീയറും കൂടിയായിരുന്നു. അപ്പോൾ ഈ ശീതയുദ്ധകാലം അറിയാമല്ലോ, 2 ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞതിന് ശേഷം ലോകശക്തികൾ പിന്നീട് പരസ്പരം പോരടിച്ചുകൊണ്ടിരുന്നത് അവരുടെ ശക്തി പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പോൾ ഇത് പിന്നീട് ഒരു സ്പേസ് രംഗത്തേക്ക്, ബഹിരാകാശ രംഗത്തേക്ക് അമേരിക്കയും അന്നത്തെ സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള കിടമത്സരത്തിലേക്ക് പോയി. ആരാണ് ഇതിൽ കേമൻ എന്ന് തെളിയിക്കാനായിട്ടുള്ള വ്യഗ്രതയായിരുന്നു 2 രാജ്യങ്ങൾക്കും. അപ്പോൾ അമേരിക്ക ബഹിരാകാശത്തേക്ക് അല്ലെങ്കിൽ ചന്ദ്രനിലേക്ക് ആളെ അയക്കുന്നു. അതേ സമയത്ത് തന്നെ റഷ്യയ്ക്കും കുറേയൊക്കെ തെളിയിക്കാനുണ്ടായിരുന്നു. അവർ നിരന്തരമായിട്ട് ബഹിരാകാശത്തേക്ക് അമേരിക്ക അതുവരെ ഈ ചാന്ദ്ര ദൗത്യത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് മുഴുകിയിരുന്നപ്പോൾ റഷ്യ അല്ലെങ്കിൽ അന്നത്തെ സോവിയറ്റ് യൂണിയൻ ബഹിരാകാശ പദ്ധതികളുമായിട്ടാണ് മുന്നോട്ട് പോയത്. അവർക്ക് ചാന്ദ്ര ദൗത്യത്തിന് ആ സമയത്ത് തൽക്കാലം പദ്ധതി ഇല്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അവർ നേരത്തെ തന്നെ നമുക്കറിയാമല്ലോ, യൂറി ഗഗാറിനെയൊക്കെ ബഹിരാകാശത്തെത്തിച്ച് ചരിത്രം സൃഷ്ടിച്ച ചരിത്രമുള്ള സോവിയറ്റ് യൂണിയൻ പിന്നീടും നിരന്തരം ഇത്തരം പരിപാടികൾ നടത്തി. ഈ പറയുന്ന വ്ളാഡിമിർ കോമറോവ് 1964 വോസ്കോഡ് എന്ന് പറയുന്ന ദൗത്യത്തിൽ പങ്കാളിയായ ഒരാൾ കൂടിയാണ്. അപ്പോൾ റഷ്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ 2 ദൗത്യങ്ങളിൽ പങ്കാളിയാകുന്ന ആൾ കൂടിയാണ് ഈ വ്ളാഡിമിർ കോമറോവ് എന്ന് പറയുന്നയാൾ. അങ്ങനെ സോയുസ് 1 മിഷൻ 1967 നിശ്ചയിച്ചിരുന്നത് അത് രസകരമായ ഒരു സംഗതി കൂടിയായിരുന്നു അവർ ഉദ്ദേശിച്ചത്. കാര്യം സോയുസ് 1 അതിൽ വ്ളാഡിമിർ കോമറോവിനെ മാത്രം കയറ്റി വിക്ഷേപിക്കുന്നു, തൊട്ടുപുറകെ സോയുസ് 2വിനെയും വിക്ഷേപിക്കുന്നു. അങ്ങനെ അതിൽ 1ൽ കൂടുതൽ സഞ്ചാരികൾ സോയുസ് 2വിലുണ്ട്. അപ്പോൾ ഇവർ ബഹിരാകാശത്ത് ചെന്നിട്ട് ഈ 2 പേടകങ്ങളും തമ്മിൽ ഡോക്ക് ചെയ്യും, കൂട്ടി യോജിപ്പിച്ച് ഒരു സ്പേസ് വാക്ക് നടത്തി, ബഹിരാകാശ നടത്തം നടത്തി സഞ്ചാരികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്നൊരു ദൗത്യം നിർവഹിക്കാനാണ് ഇവർ പദ്ധതിയിട്ടിരുന്നത്. അപ്പോൾ ഈ ദൗത്യത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ഈ പറയുന്ന വ്ളാഡിമിർ കോമറോവിൻ്റെ
റിസർവ് പൈലറ്റ് ഒന്നെങ്കിൽ വ്ളാഡിമിർ കോമറോവിന് എന്തെങ്കിലും അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പകരം ഒരുക്കിയിരുന്നത് നമ്മുടെ യൂറി ഗഗാറിനെയാണ്. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിനെയാണ്. അപ്പോൾ യൂറി ഗഗാറിന് ഈ പേടകത്തിന്റെ ഘടനയിൽ അതിന്റെ ഡിസൈനിലൊക്കെ വലിയ ആശങ്കയുണ്ടായിരുന്നു. അത് അക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. അത് ഈ കാര്യം ഈ വ്ളാഡിമിർ കോമറോവിന് പറയാം, അവർ പരസ്പരം സംസാരിച്ചതാണ്. അപ്പോൾ വ്ളാഡിമിർ കോമറോവ് ചിന്തിച്ചത്, ഞാൻ പോയില്ലെങ്കിൽ പകരം യൂറി ഗഗാറിൻ പോകും. തൻ്റെ ഉറ്റ സുഹൃത്താണ് യൂറി ഗഗാറിൻ. അല്ലെങ്കിൽ താൻ വിസമ്മതം അറിയിക്കണമെങ്കിൽ യൂറി ഗഗാറിന് പോകേണ്ടി വരും. കാര്യം റഷ്യയെ സംബന്ധിച്ച് ഇത് നടത്തിയേ പറ്റൂ. വലിയ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്. ഇത് ഈ പദ്ധതി ഉപേക്ഷിക്കാൻ പറ്റില്ല. ഒരു അഭിമാന പദ്ധതിയാണ്. അപ്പോൾ ചെറിയ ആശങ്കകൾക്കുള്ളിലും ഈ കോമറോവ് ഈ യാത്ര പുറപ്പെടാൻ തയ്യാറായി. അദ്ദേഹം അങ്ങനെ 1967 ഏപ്രിൽ 23 അദ്ദേഹത്തിൻ്റെ ദൗത്യവുമായി ബന്ധപ്പെട്ട് യാത്ര പുറപ്പെട്ടു. പക്ഷേ ഈ പേടകം ബഹിരാകാശത്ത് എത്തിയപ്പോഴാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതിൻ്റെ സോളാർ പാനൽ ഒന്ന് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ വൈദ്യുതി വിതരണം നിലച്ചതോടുകൂടി ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ സിസ്റ്റം, ഇതിൻ്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന സംവിധാനം പ്രവർത്തനം നിലച്ചു. അങ്ങനെ ഇദ്ദേഹത്തിന് സ്വന്തമായി മാനുവലായിട്ട് അതിൻ്റെ നിയന്ത്രണം സ്വയം ഈ നിയന്ത്രണം ഏറ്റെടുത്തു. അങ്ങനെ ഇത് പ്രശ്നമാണെന്ന് കണ്ടപ്പോൾ തന്നെ സോയിസ് 2 വിക്ഷേപണം റഷ്യ ഉപേക്ഷിച്ചു. കാര്യം ഇത് പദ്ധതി നടക്കില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഈ ബഹിരാകാശ പേടകം തിരിച്ചിറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ പാരച്യൂട്ട് തുറന്നില്ല മര്യാദക്ക്. അങ്ങനെ ഈ ബഹിരാകാശ പേടകം ഓറൻബർഗ് ഒബ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മലയടിവാരത്തേക്ക് ഇടിച്ചിറങ്ങുന്ന ഒരവസ്ഥയുണ്ടായി. ഏതാണ്ട് മണിക്കൂറിൽ 140 കിലോമീറ്റർ വേഗതയിലാണ് ഈ ബഹിരാകാശ പേടകം വന്ന് ഇടിച്ചിറങ്ങിയത്. ഇദ്ദേഹം തൽക്ഷണം തന്നെ അദ്ദേഹം മരിച്ചു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹ അവശിഷ്ടം പോലും മര്യാദക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് വിവരം. കാര്യം ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെടുക്കുമ്പോൾ അതിന് 30 സെൻറ്റിമീറ്റർ വ്യാസവും 80 സെൻറ്റിമീറ്റർ നീളവും ആ രീതിയിൽ ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് വിവരം. അപ്പം അത്തരത്തിൽ വലിയ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് തനിക്ക് ഈ ദൗത്യത്തിൽ ഒരു അപകടം സംഭവിച്ചേക്കാം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ദൗത്യത്തിൽ ഇറങ്ങി തിരിച്ചയാളാണ് ഈ വ്ളാഡിമിർ കോമറോവ്. ഇദ്ദേഹത്തിൻ്റെ മരണം സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ വന്നു. അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ എന്ന രീതിയിൽ വന്നത് ഈ ജാമി ഡോറൻ ആൻഡ് പിയേഴ്സ് ബിസ്നോയ് എന്ന് പറയുന്ന 2 പേർ ചേർന്ന് എഴുതിയ സ്റ്റാർമാൻ എന്ന പുസ്തകത്തിൽ ഈ കോമറോവിൻ്റെ വാക്കുകളായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ദിസ് ഡെവിൾ ഷിപ്പ് നത്തിങ് ഐ ലേ മൈ ഹാൻഡ്സ് ഓൺ വർക്ക് പ്രോപ്പർലി. എൻ്റെ കൈ കിട്ടിയ ഒന്നും ഈ പ്രേതം പിടിക്കുന്ന ഈ ഒരു ഷിപ്പിൽ, ഈ പറയുന്ന സ്പേസ് ഷിപ്പിൽ എൻ്റെ കൈ കിട്ടുന്ന ഒന്നും മര്യാദക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം അവസാനമായി പറഞ്ഞത് എന്നുള്ളതാണ് ഇവർ പുറത്തുവിട്ട വിവരം. പക്ഷേ റഷ്യക്ക് അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. റഷ്യ പുറത്തുവിട്ട വിവരം: ഐ ഫീൽ എക്സലന്റ്, എവറിത്തിങ് ഈസ് ഇൻ ഓർഡർ, താങ്ക് യു ഫോർ ട്രാൻസ്മിറ്റിംഗ് ഓൾ ഓഫ് ദാറ്റ്. ഇതെല്ലാം മര്യാദക്ക് നടത്തുന്നു, എനിക്ക് ഈ വിവരങ്ങൾ നൽകിയതിന് വളരെ നന്ദി എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് റഷ്യ ഔദ്യോഗികമായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ ബഹിരാകാശ മേഖലയിൽ ഞാൻ പറഞ്ഞല്ലോ 60-67 കാലയളവെന്ന് പറഞ്ഞാൽ ശീതയുദ്ധ കാലമായിരുന്നു. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള വലിയ രീതിയിലുള്ള കിടമത്സരത്തിൻ്റെ ഭാഗമായിട്ട് ഈ വിക്ഷേപണം ആശങ്കകളുടെ പേരിൽ മാറ്റിവെക്കാൻ റഷ്യ തയ്യാറായില്ല. അങ്ങനെ ഇദ്ദേഹം ധൈര്യപൂർവ്വം ആ ദൗത്യം ഏറ്റെടുത്തു. പക്ഷേ ദൗർഭാഗ്യകരമായിട്ട് അദ്ദേഹം ആ ദൗത്യത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഒരു പക്ഷേ നമുക്ക് അടിവരയിട്ട് പറയാൻ സാധിക്കും, ബഹിരാകാശ രംഗത്ത് അറിഞ്ഞുകൊണ്ട്, രാജ്യത്തിന് വേണ്ടി അറിഞ്ഞുകൊണ്ടൊരു അപകടം, ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് അതിൽ രക്തസാക്ഷിത്വം വരിച്ച ഒരേ ഒരാൾ അത് വ്ളാഡിമിർ കോമറോവ് ആണെന്ന് അടിവരയിട്ട് പറയാൻ സാധിക്കും.